നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 11. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. വിവർത്തനം: യജ്ഞം കൊണ്ട് ദേവന്മാരെ നിങ്ങൾ പോഷിപ്പിച്ചാലും ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ. ഇങ്ങനെ പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുക. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. അനേന ഇതും ഈ യജ്ഞം കൊണ്ട് ദേവാൻ ദേവന്മാരെ ഭാവയത നിങ്ങൾ പോഷിപ്പിക്കുവിൻ. തേ ദേവ ആ ദേവന്മാർ വഹ നിങ്ങളെയും ഭാവയന്തു അഭിവൃദ്ധിപ്പെടുത്തട്ടെ. മഴയിലൂടെ സസ്യധാന്യങ്ങളെ പോഷിപ്പിച്ച് ഭാവയന്തഃ പോഷിപ്പിച്ചുകൊണ്ട് പരം ഉത്കൃഷ്ടമായ ശ്രേയഃ ശ്രേയസ്സിനെ ക്രമത്തിൽ മനഃശുദ്ധി വന്ന് ജ്ഞാനപ്രാപ്തിക്കുള്ള അധികാരമാകുന്ന ശ്രേയസ് അവാപ്സ്യഥ നിങ്ങൾ പ്രാപിച്ചാലും. ധന്യവാദഃ. കോടല്ലൂർ ശ്രീ പാലപ്രത്ത് ഭഗവതി ക്ഷേത്രം, നണിച്ചേരി, പറശ്ശിനിക്കടവ്, കണ്ണൂർ ജില്ല. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ.